ചോദ്യങ്ങൾ ചോദിച്ച റിപ്പോർട്ടറെ തീവ്രവാദിയെന്ന് വിളിച്ച് വെള്ളാപ്പള്ളി നടേശൻ തൻ്റെ പ്രായത്തെ ബഹുമാനിക്കാത്ത ചോദ്യം ചോദിച്ചെന്നും റോഡിൽ വെച്ച് ചോദ്യങ്ങൾ ചോദിച്ചെന്നുമൊക്കെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളിയോട് മലപ്പുറത്ത് എന്താണ് സ്കൂൾ തുടങ്ങാൻ പ്രശ്നം എന്ന് റിപ്പോർട്ടർ ചാനലിലെ റഹീസ് റഷീദ് ചോദിച്ചിരുന്നു. സർക്കാരിന്റെ അനുമതി കിട്ടാത്തതാണ് പ്രശ്നമെന്ന് വെള്ളാപ്പള്ളി മറുപടി പറയുന്നു. ലീഗുകാർക്ക് 40-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ ഉണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. തങ്ങൾക്ക് വർഷങ്ങളായി സർക്കാർ അനുവദിച്ച് തരുന്നില്ല എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. കഴിഞ്ഞ 9.5 വർഷമായി ഭരിക്കുന്ന പിണറായി സർക്കാർ എന്തുകൊണ്ട് അത് തരുന്നില്ല എന്ന് ചോദിച്ചതോടെ വെള്ളാപ്പള്ളിയുടെ കൺട്രോൾ പോയി. അദ്ദേഹം ആ റിപ്പോർട്ടറെ കയ്യേറ്റം ചെയ്യാൻ മുതിരുകയും ചെയ്തു. അതിന്റെ ബാക്കിയാണ് ഇന്ന് രാവിലെ ഉണ്ടായത്. MSF പ്രവർത്തകനായ റഹീസ് റഷീദ് വെള്ളാപ്പള്ളിയുടെ കണ്ണിൽ തീവ്രവാദിയായി മാറി. അതിന്റെ കാരണം അയാൾ മുസ്ലിം ആയതുകൊണ്ടാണ്. ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ടാണ്. എന്തിനാണ് ഈ വിഷം തുപ്പുന്ന സമുദായ നേതാവിനെ പിണറായി വിജയൻ ചുമന്നുകൊണ്ട് നടക്കുന്നതെന്ന ചോദ്യം ഇപ്പോൾ കൂടുതൽ പ്രസക്തമാകുകയാണ്. വായ തുറന്നാൽ വർഗീയ വിഷം തുപ്പുന്ന വെള്ളാപ്പള്ളി എങ്ങനെയാണ് ജാതി വർഗീയതയ്ക്കെതിരെ നിലകൊണ്ട ഈ നാടിന്റെ മുഴുവൻ അഭിമാനമായ ആദരണീയനായ ശ്രീനാരായണ ഗുരുവിനെ പിന്തുടരുന്ന ഒരു നേതാവാകുന്നത്? ഇന്ത്യയിലും കേരളത്തിലും ഏറ്റവും കൂടുതൽ ആളുകളെ പ്രലോഭിപ്പിച്ചും പ്രേരിപ്പിച്ചും മതപരിവർത്തനം നടത്തുന്നത് ക്രിസ്ത്യാനികളിലെ ഒരു വിഭാഗമാണെന്ന് വെള്ളാപ്പള്ളി നേരത്തെ പറഞ്ഞിരുന്നു. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ മലപ്പുറം പ്രത്യേക രാജ്യമാണെന്നും അവിടെ സ്വതന്ത്രമായി ജീവിക്കാൻ ആകില്ലെന്ന് പറഞ്ഞതും ഇതേ വെള്ളാപ്പള്ളിയാണ്. കേരളത്തിൽ വെള്ളാപ്പള്ളിയോളം വിദ്വേഷം പ്രസംഗിച്ച, മനുഷ്യർക്കിടയിൽ വർഗീയത ആളിക്കത്തിച്ച മറ്റൊരു സാമുദായിക നേതാവും ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന മഹത്തായ ഒരു സംഘടനയുടെ തലപ്പത്തിരുന്നു കൊണ്ടാണ് വെള്ളാപ്പള്ളി ഈ നെറികെട്ട ഏർപ്പാടുകൾ മുഴുവൻ ചെയ്തു കൂട്ടുന്നത്. മനുഷ്യരെ വർഗീയമായി വേർതിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾക്ക് കുടപിടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ ഈയിടെ സ്വീകരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ വേദിയിൽ ഇരുത്തി പുകഴ്ത്തുന്ന CPM നേതാക്കൾ മതേതര കേരളത്തിലെ അപഹാസ്യമായ ഒരു കാഴ്ച തന്നെയാണ്. വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുവിനെ പകർത്തിയ നേതാവാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ അദ്ദേഹം സ്വയം അപഹാസ്യനാവുകയാണ്. മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴവും അടുപ്പവും മനസ്സിലാക്കാൻ ആ ഒരു പ്രശംസ മാത്രം മതിയാകും. ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങളെ മതേതര കേരളം ഒരുമിച്ച് എതിർക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും CPM-ഉം വെള്ളാപ്പള്ളി നടേശനെ തലയിൽ കയറ്റി വെക്കുകയാണ്. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ചതിയൻ ചന്തു പരാമർശത്തിനെതിരെ രൂക്ഷമായ പ്രതികരണമാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയത്. ആ പ്രയോഗം ഏറ്റവും കൂടുതൽ ചേരുന്നത് വെള്ളാപ്പള്ളിയുടെ തലയ്ക്ക് തന്നെയാണെന്ന് അദ്ദേഹം പരിഹസിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്കും അതിലെ ഘടകകക്ഷികൾക്കും മാർക്കിടാൻ വെള്ളാപ്പള്ളിയെ ഇവിടെ ആരും ഏൽപ്പിച്ചിട്ടില്ലെന്നും ഇനി ഏൽപ്പിക്കാൻ പോകുന്നില്ലെന്നും ബിനോയ് വിശ്വം വ്യക്തമായി പറഞ്ഞു. വെള്ളാപ്പള്ളിയല്ല LDF എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷ മുന്നണി ഒരിക്കലും വെള്ളാപ്പള്ളിയാകാൻ പാടില്ലെന്നും പാർട്ടിയുടെ മുഖമല്ല അദ്ദേഹമെന്നും ബിനോയ് വിശ്വം കടുത്ത ഭാഷയിലാണ് പറഞ്ഞത്. CPI-ക്കെതിരെയും രൂക്ഷ വിമർശനമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചത്. 10 വർഷം കൂടുകയെന്നെല്ലാം നേടിയിട്ട് ഇപ്പോൾ തള്ളിപ്പറയുകയാണെന്നും CPI-യിൽ ചതിയൻ ചന്തുമാരാണ് ഉള്ളതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു റിപ്പോർട്ടറെ തീവ്രവാദി എന്ന് വിളിച്ച് തെറ്റാണെന്ന് പലരും പറഞ്ഞിട്ടും വെള്ളാപ്പള്ളിയെ തിരുത്താൻ തയ്യാറാകുന്നില്ല. അദ്ദേഹം 3-ാം തവണയും പിണറായി വിജയൻ ഭരിക്കും എന്ന് മാത്രം വിളിച്ചു പറയുകയാണ്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട LDF ഇത്തരം വർഗീയ വിഷയങ്ങളെ ഇനിയും ചേർത്ത് നിർത്തിയാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ കനത്ത രീതിയിലെ പരാജയം തന്നെയായിരിക്കും നേരിടേണ്ടി വരിക. SNDP അല്ലെങ്കിൽ ഈഴവ സമുദായം എന്നത് വെള്ളാപ്പള്ളിയുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ലെന്ന് LDF ഇനിയെങ്കിലും തിരിച്ചറിയണം.